എക്സാമിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ എത്ര വായിച്ചിട്ടും ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ലെന്ന് ഓർത്ത് പേടിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ പഠന രീതിയിൽ വരുത്തുന്ന 3 ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണും. ടിപ്പ് നമ്പർ 1, ഫെയ്ൻമാൻ ടെക്നിക്. നിങ്ങൾക്ക് കഷ്ടമുള്ള സയൻസ് തിയറികളും മാത്സ് ഇക്വേഷനുകളും സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പോയിന്റുകളും ഒക്കെ എളുപ്പത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ അത് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന അത്ര സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ സ്വയം വിശദീകരിച്ചു കൊടുക്കുക. വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ ഒഴിവാക്കി വളരെ ലളിതമായ ഭാഷയിൽ സ്വന്തം വാചകത്തിൽ അത് പറഞ്ഞ് പഠിക്കുക. പറയുന്നതിനിടയിൽ എവിടെയെങ്കിലും തടസ്സം വന്നാൽ അതിനർത്ഥം ആ ഒരു ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ്. ഉടൻ തന്നെ ബുക്ക് എടുത്ത് ആ ഒരു ഭാഗം ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. മറ്റൊരാൾക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ആ ഒരു വിഷയം നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും പതിഞ്ഞിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാം. രണ്ടാമത്തെ ടിപ്പാണ് ഇന്റർലീവിംഗ് ഇഫക്റ്റ്. ഒരു ദിവസം മുഴുവൻ ഒരേ സബ്ജക്ട് തന്നെ പഠിച്ചിരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉടൻ അവസാനിപ്പിക്കുക. കാരണം ഒരേ വിഷയം കണ്ടിന്യൂസ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് മടുപ്പ് വരികയും നമ്മുടെ ഫോക്കസ് കുറയുകയും ചെയ്യും. അതിന് പകരം ഒരു ദിവസത്തെ പഠനത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ള 2 അല്ലെങ്കിൽ 3 സബ്ജക്ട് മിക്സ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, 1 മണിക്കൂർ മാത്സിലെ പ്രോബ്ലംസ് ചെയ്യുക. അത് കഴിഞ്ഞ് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ശേഷം സോഷ്യൽ സയൻസിലെ തിയറി ഭാഗങ്ങൾ വായിക്കുക. ഇങ്ങനെ സബ്ജക്റ്റുകൾ മാറ്റി മാറ്റി പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുകയും കൂടുതൽ സമയം മടുപ്പില്ലാതെ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. മൂന്നാമത്തെയും ഏറ്റവും പവർഫുൾ ആയതുമായ ഒരു ടിപ്പാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. പരീക്ഷയിൽ 90% കൂടുതൽ മാർക്ക് വാങ്ങുന്നവരുടെ ഏറ്റവും വലിയൊരു സീക്രട്ട് ആണത്. ചാപ്റ്റർ ആദ്യം തൊട്ട് അവസാനം വായിച്ചു തീർക്കാൻ നിൽക്കാതെ കഴിഞ്ഞ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഓണപരീക്ഷയുടെ ആവാം, ക്രിസ്മസ് പരീക്ഷയുടെ ആവാം, മോഡൽ എക്സാമിന്റെ ആവാം. എന്നിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്ന് കണ്ടെത്തുക. ആദ്യം ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. ഇതിനെയാണ് നമ്മൾ 80-20 റൂൾ എന്ന് പറയുന്നത്. അതായത് 80% മാർക്കും വരുന്നത് സിലബസിലെ 20% പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ്. ഈ 3 ടിപ്പുകൾ നിങ്ങളുടെ പരീക്ഷ തയ്യാറെടുപ്പിൽ ഉപയോഗിച്ചാൽ വരുന്ന എക്സാമിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഈ വീഡിയോ വെറുതെ കേട്ടു പോകാനുള്ളതല്ല, ഇന്ന് തന്നെ നിങ്ങളുടെ പഠനത്തിലെ പരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യും. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.